അക്ഷരാർത്ഥത്തിൽ ചെകുത്താനും കടലിനുമിടയ്ക്കാണ് ഈ യൂറോപ്യൻ സിറ്റി. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് നൂറ്റാണ്ടുകൾ പുറകിലേക്ക് പോകണം. വർഷം AD 79 ഓഗസ്റ്റ് 24 ഒരു ചൊവ്വാഴ്ച ദിവസം. വലിയ വ്യാപാര കേന്ദ്രങ്ങളും അന്നത്തെ ലക്ഷറി വില്ലകൾ മുതൽ ആംഫി തിയേറ്റർ വരെ ഉണ്ടായിരുന്ന പോംപെ എന്ന പുരാതന റോമൻ നഗരം ഏകദേശം ഉച്ചയോടുകൂടി 1000 ഇടിമിന്നൽ ഒരുമിച്ച് വന്ന പോലെ ആകാശം ഒരു തീഗോളമാക്കി പോംപെ നഗരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വെസൂവിയസ് എന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുകയായിരുന്നു. 30 കിലോമീറ്ററിലേറെ ഉയരത്തിൽ, അതായത് മൗണ്ട് എവറസ്റ്റിനേക്കാൾ ഉയരത്തിൽ. നട്ടുച്ചയിലെ സൂര്യൻ പെട്ടെന്ന് തന്നെ കറുത്ത ചാരത്താൽ നിറഞ്ഞ മേഘങ്ങളാൽ മൂടി കൂരിരുട്ടായി മാറി. റാന്തൽ വിളക്കിൻ്റെ വെട്ടത്തിൽ ജനങ്ങൾ പരിഭ്രാന്തരായി ഓടി. ആകാശത്തു നിന്നും കറുത്ത മഞ്ഞ് പെയ്യുന്ന പോലെ ചൂടുള്ള ചാരവും കൂടെ വോൾക്കാനിക് എക്സ്പ്ലോഷനിലുണ്ടാകുന്ന പാമി സ്റ്റോൺസും താഴേക്ക് പതിച്ചു. അത് വീടുകളുടെ മേൽക്കൂരകൾ തകർത്തു. അന്ന് വരെ കേട്ടുകേൾവി പോലുമില്ലാത്ത അഗ്നിപർവ്വത സ്ഫോടനത്തിൽ സ്തംഭിച്ചു പോയിരുന്നു പോംപെയിലെ ജനങ്ങൾ. ഇത് ദൈവത്തിൻ്റെ കോപമാണെന്നും ലോകം അവസാനിക്കാൻ പോവുകയാണെന്നും അവരിൽ ചിലരെങ്കിലും വിശ്വസിച്ചു. പ്രാർത്ഥനയ്ക്കായി റോമൻ അമ്പലങ്ങളിൽ കയറിയവരെയും പേടിച്ച് വീടിനുള്ളിൽ ഒളിച്ചിരുന്നവരെയും കാത്തിരുന്നത് ഒരു വലിയ വിപത്തായിരുന്നു. സദേൺ ഇറ്റലിയിലെ നേപ്പിൾസിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ അകലെയാണ് പോംപെ നഗരം. നേപ്പിൾസിനും പോംപെയ്ക്കും ഇടയിലായി നഗരത്തിൽ നിന്നും ഏകദേശം 8-9 കിലോമീറ്റർ അകലെയാണ് മൗണ്ട് വെസൂവിയസ് സ്ഥിതി ചെയ്യുന്നത്. മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് മരങ്ങളും നിറഞ്ഞ ഈ മലഞ്ചെരിവിൽ ഒരു വോൾക്കാനിക് എക്സ്പ്ലോഷൻ്റെ ഒരു സൂചനകളുമില്ലാതെ നൂറ്റാണ്ടുകളോളം ജനങ്ങൾ വസിച്ചിരുന്നുവെങ്കിലും വെസൂവിയസിനുള്ളിൽ 10ഓളം കിലോമീറ്റർ താഴെയായി ഗ്യാസ് റിച്ചായ മാഗ്മ ഹൈ പ്രഷറിൽ തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത ദിവസം പുലർച്ചെ ആയപ്പോഴേക്കും 500 ഡിഗ്രി വരെ ചൂടുള്ള ഗ്യാസും വോൾക്കാനിക് ആഷും ചേർന്ന ഹൈലി ടോക്സിക്കായ പൈറോക്ലാസ്റ്റിക് ഫ്ലോ 300 കിലോമീറ്റർ സ്പീഡിൽ വെസൂവിയസിൽ നിന്നും ഒരു അവലാഞ്ച് പോലെ പോംപെയിലേക്ക് നീങ്ങി. ഇത് പോംപെയിലെത്തിയ ഉടനെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ തന്നെ ബ്ലഡും മറ്റ് ഇൻറ്റേർണൽ ഫ്ലൂയിഡ്സൊക്കെ തിളച്ചാവിയായി മാറി ശരീരം അപ്പോഴുള്ള പൊസിഷനിൽ തന്നെ സ്തംഭിച്ചു പോകും. അവസാന നിമിഷത്തെ അവരുടെ അതേ പൊസിഷൻ ഇന്നും നമുക്ക് പോംപെയിൽ കാണാനാകും. അന്നത്തെ ആ സംഭവത്തിന് ശേഷം പോംപെ നഗരം മുഴുവനും 6 മീറ്ററോളം ഉയരത്തിൽ ചാരത്തിലും പാമി സ്റ്റോൺസിലും മൂടി നൂറ്റാണ്ടുകൾ കടന്നുപോയി. ആ നഗരത്തിന് മേലെ വീണ്ടും മുന്തിരിവള്ളികളും കാടും പടർന്നു. പിന്നീട് ഏകദേശം 1700 വർഷങ്ങൾക്ക് ശേഷമാണ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് പോംപെ നഗരം കണ്ടെത്തുന്നത്. ദ്രവിച്ചുപോയ മനുഷ്യ ശരീരങ്ങളുടെ പൊള്ളയിലേക്ക് പ്ലാസ്റ്റർ ഒഴിച്ചാണ് ഇന്ന് കാണുന്ന ഈ ശരീരങ്ങൾ പ്രിസർവ് ചെയ്തിരിക്കുന്നത്. പിന്നീട് പല തവണയായി മൗണ്ട് വെസൂവിയസ് ഇറപ്റ്റ് ആയിട്ടുണ്ട്. 1944 വേൾഡ് വാർ II സമയത്താണ് അവസാനമായി വെസൂവിയസ് ഇറപ്റ്റ് ആയത്. വോൾക്കാനോളജിസ്റ്റും ജിയോളജിസ്റ്റുമൊക്കെ ഒരുപോലെ അംഗീകരിക്കുന്നൊരു കാര്യം വെസൂവിയസിൻ്റെ അടുത്ത ഇറപ്ഷൻ ഏത് നിമിഷവും സംഭവിച്ചേക്കാവുന്നതാണ്. 3 മില്യണിലേറെ ആളുകളുടെ ജീവനാപത്തായി നേപ്പിൾ സിറ്റിയെ തന്നെ നശിപ്പിക്കാൻ കൽപ്പുള്ള ചെകുത്താനായി വെസൂവിയസും തൊട്ടടുത്തുള്ള മറ്റൊരു ആക്റ്റീവ് വോൾക്കാനായ ക്യാമ്പി ഫ്ലഗ്രിയും താഴെ നേപ്പിൾ സിറ്റിക്കപ്പുറം കടലുമാണ് അക്ഷരാർത്ഥത്തിൽ ചെകുത്താനും കടലിനുമിടയ്ക്ക്. സദേൺ ഇറ്റലി വിസിറ്റ് ചെയ്യുന്നവർ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒന്നാണ് മൗണ്ട് വെസൂവിയസും പോംപെയും. നൂറ്റാണ്ടുകൾ പുറകിലേക്കുള്ള ഒരു എത്തിനോട്ടം. മറ്റൊരു യാത്രയിലൂടെ വീണ്ടും കാണാം. ബൈ.